കാരണം ഇതൊരു സ്വപ്നമായിട്ടാണ് അവതരിപ്പിച്ചത്. ആ പറഞ്ഞിടത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇത് എന്റെ സ്വപ്നമാണ്. തൃശ്ശൂർ വരെയല്ല, പാലിയേക്കര വഴിയും അത് ഡീസ്ക്രിപ്റ്റ് ചെയ്യുന്നതാണ്. അത് പൊളിറ്റിക്കൽ ഇന്റന്റ് ആണ്. അതൊന്നും നമ്മൾ വകവെച്ചു കൊടുക്കത്തില്ല. അതൊക്കെ അവരങ്ങനെ പറയുമെങ്കിൽ അത് അവരുടെ പദ്ധതിയായിട്ട് വെച്ചുകൊടുക്കുക. ഇതിനകത്ത് സെൻട്രൽ സ്റ്റേറ്റ് കമ്പോണന്റ് ഷെയറിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോ ആലുവയിൽ വന്ന് നിൽക്കുന്നത് കൊണ്ട് ഫീസിബിലിറ്റി ഇല്ല കൊച്ചി മെട്രോയ്ക്ക്. അന്ന് എത്രമാത്രം അവഹേളനമാണ് നേരിട്ടത് അങ്ങനെ ഒരു സ്വപ്നം അവതരിപ്പിച്ചതിന്. കാരണം ഇലക്ഷന് മുമ്പായതുകൊണ്ട് അതിനെ കൊല്ലണം. പിന്നെ അയാൾ അന്നും ജയിച്ചില്ല, അത് കഴിഞ്ഞ് രണ്ടാമതും ജയിച്ചില്ല, മൂന്നാമത് ജയിച്ചപ്പോ എവിടെ എന്ന് ചോദിക്കുന്നത് എന്ത് തരമാണ്? നിങ്ങൾ അത്രയും മനസ്സിലാക്കിയാൽ മതി. വ്യക്തികളല്ല, രാഷ്ട്രീയക്കാരാണ് ചോദിക്കുന്നത്. അപ്പൊ അത് മാറ്റിവെക്കുക. ഇപ്പോഴും സ്വപ്നം തന്നെയാണ്. അത് പാലിയേക്കര വഴി തൃശൂർ ടൗണിലേക്കല്ല. ഇത് വിശാലമായ കാഴ്ചപ്പാട് വേണം. ഇത് ആർക്കാണ് ഗുണകരമാവേണ്ടത്, ഇത് ആർക്കാണ് ഉപയുക്തമാവേണ്ടത്, ഉപയോഗത്തിന് ഒരു അതിന്റെ ഫുൾ പ്രാപ്തി അത് നേടേണ്ടത്. ഇത് പാലക്കാട് വരെ എത്തണം, കഴിഞ്ഞാൽ കോയമ്പത്തൂർ എത്തണം.